എന്നിട്ട് എന്റെ കൂടെ വാ. മോനെ, അമ്മ മാറ്. എന്തിനാടാ ഞങ്ങളോട് ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ പെരുമാറുന്നത്? അങ്ങനെ പെരുമാറുന്ന ഞാനല്ല അമ്മേ. കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ മറ്റു ചിലരാ. ആ അനീതിക്ക് കൂട്ടു നിൽക്കാൻ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. വാമ്പികാമേ, നമുക്ക് പോവാം. മോനെ, നീ വിഷമിക്കണ്ട വനജേ. അവൻ ഇവിടേക്ക് പോയാലും തിരിച്ച് ഇവിടെ തന്നെ വരുന്നേ. നീ കണ്ടോ? നമ്മുടെ മോനെ നമുക്ക് ഇല്ല വനജേ, അവൻ നമുക്ക് നഷ്ടപ്പെടില്ല. ഞാനല്ല പറയുന്നേ. അല്ല, സമയം ഒരുപാടായി. നിങ്ങളാരും കിടക്കുന്നില്ലേ? രാവിലെ പോകാനുള്ളതല്ലേ? പോവാൻ നേരത്തുള്ള തിരക്കൊഴിവാക്കാനാ മഞ്ഞൾ കല്യാണത്തിനും അതിനുശേഷമുള്ള ചടങ്ങുകൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തങ്ങ് വെച്ചേ. ദാ ഇതില് സുരേന്ദ്രന്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ. അല്ല, ദേവൂട്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണോ? ഇല്ലെങ്കിൽ ധൃതിയിൽ നാളെ എന്തെങ്കിലും എടുക്കാൻ മിസ്സാവും. അവളുടെ കാര്യത്തില് പിന്നെ നമ്മളെക്കാൾ ശ്രദ്ധ അവൾക്കാണല്ലോ. അവള് നേരത്തെ തന്നെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും. ആരാ? എന്താ ഈ രാത്രിയില്? ഞങ്ങള് ഗഗനും മൂർത്തി സാറും പറഞ്ഞിട്ട് വന്നതാ. എന്താ കാര്യം? രാവിലെ മഞ്ഞൾ കല്യാണത്തിന് പെണ്ണിനെ കൊണ്ടുപോകാനുള്ള വണ്ടിയാ. പെണ്ണിനെ കൊണ്ടുപോകാനുള്ള വണ്ടി രാവിലെ വന്നാൽ മതിയായിരുന്നല്ലോ. അത് പറ്റില്ല. ഇനി മുതൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഗഗൻ സാറും മൂർത്തി സാറും ആയിരിക്കും. നിങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയിട്ടാ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നോക്കുമോളെ, എത്ര വിലപിടിപ്പുള്ള കാറാന്ന്. നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഗഗൻ പ്രത്യേകം പറഞ്ഞയച്ചതെന്ന്. ഇനിയിപ്പോ ഈ പ്രീമിയം ബ്രാൻഡ് കാറിലൊക്കെ കയറി പത്രാസ് കാണിച്ച് പോവാലോ അമ്മയ്ക്ക്. ശരിയാ അമ്മേ, നമ്മുടെ സ്റ്റാറ്റസ് തന്നെ അങ്ങ് മാറി അല്ലേ അമ്മേ? എന്നാ നിങ്ങൾ കിടന്നോ, ഞങ്ങൾ പുറത്തുണ്ടാവും. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട, നിങ്ങൾ കിടന്നോളൂ. രാവിലെ റെഡിയാകണം. നീ സംശയിക്കുന്ന പോലെ ഇതൊന്നും അത്ര നല്ല കാര്യമായിട്ടല്ല എനിക്കും തോന്നുന്നത്. പക്ഷേ മോള് ഭയക്കണ്ട. അമ്മ മഹാമായയുടെ സംരക്ഷണവും സുരക്ഷയും നിന്നിലുള്ളപ്പോ ഏത് രാക്ഷസപ്പട വന്നാലും നീ അതൊന്നും കാര്യാക്കണ്ട. ഇതൊന്നും കണ്ട് മോള് പേടിക്കുകയും വേണ്ട. അവന്മാരിതുവരെ കണ്ടില്ലല്ലോ. വരും. എന്തായാലും പറഞ്ഞു വിട്ടവന്മാര് അത്ര നിസ്സാരക്കാരല്ല. കണ്ടില്ലേ?
നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്തിനാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? നീ ക്ഷോഭിക്കാതെ സന്ദീപേ, കാര്യം ഞാൻ പറഞ്ഞുതരാം. നിന്റെ കാമുകിയുടെ മഞ്ഞൾ കല്യാണം നടക്കാൻ പോവല്ലേ? ആ സമയത്ത് നീ ഇവിടെ നിൽക്കാതെ പോയാലെങ്ങനെയാ? ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവളെ നീ വേണ്ടേ എനിക്ക് കൈപിടിച്ചേൽപ്പിക്കാൻ? അപ്പോൾ നിന്റെ അമ്മാവനായ എനിക്ക് ഈ കല്യാണത്തിന് ഒരു സ്ഥാനവും ഇല്ലേ? കാരണവരുടെ സ്ഥാനത്ത് നിന്ന് അവളെ കൈപിടിച്ചേൽപ്പിക്കുന്നത് ഈ മൂർത്തിയായിരിക്കണം. അത് കണ്ടു നിൽക്കുന്ന സാക്ഷിയായി വേണം സാക്ഷാൽ സന്ദീപ് ഇവിടെ നിൽക്കാൻ. ഒരു കണക്കിന് ഇവരെന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് നന്നായി. ചിലപ്പോ ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ദേവൂട്ടി രക്ഷിക്കാൻ പറ്റുമായിരിക്കും. നിന്റെ മനസ്സിലുള്ളത് ഞാൻ വായിച്ചു കഴിഞ്ഞു ചെറുക്ക. നീ എന്താ കരുതിയത്? നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ആ മിണ്ടാ പെണ്ണിനെ രക്ഷിച്ചു കൊണ്ടുപോകാനാണെന്നോ? അതൊരിക്കലും സാധിക്കില്ല. ഈ ഗേറ്റിനപ്പുറം അഘോര മന്ത്രങ്ങളാൽ ഭദ്രമായി ബന്ധിച്ചിട്ടുണ്ട് ഈ മൂർത്തി. അതുകൊണ്ട് നിന്നെയും അവളെയും രക്ഷിക്കാൻ നടക്കുന്ന ആ മായാജാലക്കാരി ഉണ്ടല്ലോ, അവൾക്കും അവളുടെ വലം കൈകൾക്കും ഒരിക്കലും ഇവിടേക്ക് പ്രവേശനമില്ല. എന്റെ മന്ത്രകർമ്മങ്ങൾ ലംഘിച്ചിതിനകത്ത് കയറിയാൽ നിന്റെ ശവം കൊണ്ടായിരിക്കും ഞാൻ ആ മായാജാലക്കാരിയെ വരവേൽക്കാൻ പോകുന്നത്. ഇല്ല, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ കെണിയിൽ നിന്ന് ഞാൻ ദേവൂട്ടി രക്ഷിക്കും. അതിനുവേണ്ടിയാണ് മൂകാംബിക ദേവി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരിക്കലും നിനക്കതിന് സാധ്യമല്ല. എന്റെ ആജ്ഞ ലംഘിച്ച് ആ മായാജാലക്കാരിയുടെ സഹായത്തോടുകൂടി അവളെ ഇവിടുന്ന് രക്ഷിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല.